ലോക വനിതാ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് കൈപ്പറമ്പ് പഞ്ചായത്തിലെ കുറ്റേക്കര ഗ്രാമത്തിൽ പ്രമുഖ വ്യവസായിയായിട്ടുള്ള MA ജോസ് മേക്കാട്ടുകുളത്തിൻ്റെ വസതിയിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മൾ നിൽക്കുന്നത് കൈപ്പറമ്പ് പഞ്ചായത്തിലെ കുറ്റേക്കര എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ഇവിടെ മേക്കാട്ടുകുളം ജോസ് എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വ്യവസായിയുടെ ഭാര്യയാണ് ബേബി ജോസ്. അവരുടെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കുറച്ച് കാലങ്ങളായി ഈ പ്രദേശത്ത് കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാർഷിക വൃത്തിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ചേച്ചിയാണ് ബേബി ചേച്ചി. ഇപ്പോൾ മഹിളാ ദിനമൊക്കെയാണ്, മാർച്ച് 8 മഹിളാ ദിനമൊക്കെയായിട്ട് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ മഹിളാ ദിനത്തിൽ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം നൽകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബേബിജിയുടെ അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു വ്യവസായിയുടെ, പ്രധാനമായിട്ടും ഒരു വ്യവസായിയുടെ ഭാര്യയാണ് ബേബി ചേച്ചി എന്ന് പറയുന്നത്. ബേബി ചേച്ചി കുറച്ച് കാലങ്ങളായിട്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ കൃഷിയിൽ നിന്ന് അവർക്ക് ചിലവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ലാഭകരമാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ലാഭകരമാകുന്ന രൂപത്തിലുള്ള പ്രവൃത്തികൾ കൃഷിയിൽ നിന്ന് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ബേബി ചേച്ചി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബേബി ചേച്ചിയുടെ ഈ കൃഷിരീതികൾ, അവർ നടത്തുന്ന കൃഷിരീതികളെക്കുറിച്ച് നമുക്ക് കുറച്ച് സമയം ചിലവഴിക്കുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കൃഷിരീതികളെക്കുറിച്ച് ബേബി ചേച്ചി ഇവിടെ പങ്കുവയ്ക്കും. ഇത് ഒരു പ്രചോദനം, മറ്റുള്ള മഹിളകൾക്ക്, വനിതകൾക്ക് ഒരു പ്രചോദനമായിട്ട് തീരട്ടെ എന്ന് ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല ഒരുപാട് അവാർഡുകൾ ഈ ബേബി ചേച്ചി കുറഞ്ഞ കാലങ്ങൾക്കകത്ത് കൃഷി ചെയ്ത് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ കൈപ്പറമ്പ് പഞ്ചായത്തിൻ്റെ ഏറ്റവും നല്ല കർഷക സ്ത്രീ എന്നുള്ള അവാർഡ് നേടിയിട്ടുണ്ട്. PK മോഹനൻ കാർഷിക സംസ്കൃതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവാർഡുകൾ നേടിയെടുക്കാൻ വേണ്ടി ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ ചേച്ചിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കൃഷിരീതികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ചേച്ചിയോട് നമുക്ക് ചോദിക്കാം. എങ്ങനെയാണ് കൂടുതൽ താല്പര്യം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം? എന്താണ് ഈ മഹിളാ ദിനത്തിൽ അല്ലെങ്കിൽ ലോക വനിതാ ദിനത്തിൽ സ്ത്രീകൾക്ക് ഈ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഉള്ളത്? 2013 കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. അല്ല, തെങ്ങ് മുന്നേ ഉണ്ടായിരുന്നു. 2013 കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും പ്രചോദനം തോന്നിയിട്ടുള്ളത് ബൈജു സാറാണ്. കൃഷിഭവനിലെ ബൈജു സാറായിരുന്നു. അത് തന്നെയല്ല, ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ ബൈജു സാറ് എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചി കൃഷിയിൽ ഇറങ്ങുകയാണെങ്കിൽ മറ്റുള്ള വനിതകൾക്ക് ഒരു പ്രചോദനമാകുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്തൊരു കാര്യം കൃഷി ഓഫീസറോട് ചോദിച്ചാലും ആൾ ഉടനെ എൻ്റെ പറമ്പിലേക്ക് വരും. അല്ല, അത് അന്ന് ഇന്നിപ്പോൾ നമ്മൾ അങ്ങനെ ഇതില്ല. അന്ന് ബൈജു സാറ് മാത്രമാണ് എനിക്ക് നല്ല പോലെ എല്ലാ കാര്യത്തിനും ഒപ്പം നിന്ന് എന്നെ ഏറ്റവും അധികം അങ്ങനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ആയിട്ടൊക്കെ
കൃഷി ബൈജു സാറായിരുന്നു അപ്പം ഉണ്ടായിരുന്നത്. പ്രധാനമായിട്ട് ഏത് തരം കൃഷികളാണ് ചേച്ചി? തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, ജാതി, ഇതൊക്കെയായിരുന്നു. ഇപ്പോൾ നമ്മുടെ കൊള്ളി അതേപോലെ കൂർക്ക പച്ചക്കറികളൊക്കെ അവിടെ ചെയ്തിരുന്നു. പക്ഷേ മയിലുകളുടെ ശല്യം കാരണം കൊണ്ട് നമുക്കത് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അതുപോലെ നേന്ത്രവാഴ ആയാലും ഞങ്ങൾ ഒരു 10-800 ഒക്കെ നേന്ത്രവാഴ വെച്ച് ആദ്യം മുന്നേ 10,500 നേന്ത്രവാഴ വെച്ചിരുന്നു. പക്ഷെ ഞാനായിട്ടൊരു 800 നേന്ത്രവാഴയൊക്കെ വെച്ചിട്ട് നല്ല ലാഭമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ തന്നെ കൃഷിയിലിറങ്ങി ഒപ്പം നിന്ന് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു വരുമാനം എനിക്ക് അന്ന് നേന്ത്രവാഴ കൃഷി ചെയ്ത് 1 ലക്ഷം രൂപ എനിക്ക് ലാഭമുണ്ടായി. അതുപോലെ കോവിഡ് കാലത്ത് എനിക്ക് സ്രോതസ്സുകളൊക്കെ ഞങ്ങൾക്ക് അടങ്ങിയപ്പോഴും അന്ന് നാളികേരത്തിന് നല്ല വിലയായിരുന്നു. അപ്പോൾ 2 ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് ഇന്ന് ഏകദേശം 2 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് മാസമായിട്ട് കിട്ടിയിരുന്നു, മാസവരുമാനങ്ങളായിട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ സ്രോതസ്സും അടങ്ങിയപ്പോഴും കൃഷിയിൽ നിന്ന് നല്ല വരുമാനമുണ്ട്. കൃഷി എന്ന് പറയുന്നത് വലിയ ലാഭം ആയിട്ട് തോന്നുന്നുണ്ടോ? വലിയ ലാഭമാണ്. ഇപ്പോൾ പലരും നന്നായി നമ്മളൊരുമിച്ച് ഒത്തൊരുമിച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല ലാഭം തന്നെയാണ്, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ചിലപ്പോൾ നാളികേരത്തിന് വില കുറയും. അപ്പോൾ നമ്മൾ അത് കണക്കാക്കിയിട്ട് പിന്നെ അത് തെങ്ങുമ്പോൾ നോക്കാതിരിക്കാൻ പാടില്ല. അതുപോലെ ജാതിക്ക നമ്മൾ ഉണ്ടാകുമ്പോൾ നമ്മൾ 2 നേരം ചെന്ന് പറക്കണം. അങ്ങനെ കഷ്ടപ്പാടാണെന്ന് വെച്ചിട്ട് പറ്റില്ല. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ട് പോകണം. ഇഷ്ടപ്പെട്ട് കൃഷിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കതൊരു ഭാരമില്ല. അതുപോലെ എന്ത് കാര്യം എന്ത് പണി അങ്ങനെയാണല്ലോ. അപ്പോൾ മറ്റുള്ളവർക്ക് ഈ മഹിളാ ദിനത്തിൽ അല്ലെങ്കിൽ ലോക വനിതാ ദിനത്തിൽ മറ്റുള്ള സ്ത്രീകൾക്ക് എന്താണ് ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഈ ഒരു കൃഷിയിൽ നിന്ന് ഇപ്പോൾ ലാഭം ഉണ്ടാക്കുന്നുണ്ട്, പലരും എന്തായാലും ലാഭം ഉണ്ടാക്കാം എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഇതിപ്പോൾ പൂച്ചെടി ആയാലും ചെടി ആയാലും നമുക്കിപ്പം ചെറിയ കട്ടിങ് വെച്ചിട്ട് അതിനെ പൊട്ടിലാക്കിയിട്ടായാലും അല്ലെങ്കിൽ ഓർക്കിഡിൻ്റെ ചെറിയ ഒരു ഇത് വെച്ചിട്ട് അത് പൊട്ടിലാക്കിയാലും എല്ലാം ഏത് തരത്തിൽ നോക്കിയാലും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. ഇഷ്ടപ്പെട്ട് ചെയ്ത് അതിനെ വലിയൊരു വൻ വിജയമാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ പലരും കൃഷി രംഗത്തും ഏത് കൃഷിയായാലും നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാറിപ്പോകുന്നത്. കാരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചില അവർക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടത്ര വില കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരമൊക്കെ സാഹചര്യത്തിൽ പലരും കൃഷിയിടങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ചേച്ചി ഇപ്പോൾ പറയുന്നത് കൃഷി എനിക്ക് വലിയ ലാഭമായിട്ട് തോന്നുന്നുണ്ട്. കോവിഡ് കാലത്ത് ഉൾപ്പെടെ ഞങ്ങളുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയത് പ്രധാനമായിട്ടും ഇത്തരം കൃഷിയിടങ്ങളിൽ കൂടിയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും അതോടൊപ്പം തന്നെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളവും ഒക്കെ തന്നെ എങ്ങനെയാണ് ചേച്ചി സംഘടിപ്പിക്കുന്നത്? വളം നമ്മൾ ഇവിടെ തമിഴ്നാട്ടിൽ നിന്നാണ് ചേട്ടൻ വരുത്തുന്നത്. കോഴിക്കാട്ടം, ചാണകം, നമുക്ക് ഇത് പശു ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കാലത്ത്. അപ്പം നമ്മളത് വേണ്ടാന്ന് വെച്ചു. പക്ഷെ അതിൻ്റെ ചാണകവും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ അതുപോലെ നമ്മൾ ആട്ടുംകാട്ടം, കോഴിക്കാട്ടമൊക്കെയാണ്.
കണ്ടില്ലേ?
ഈ വരുന്ന മാർച്ച് 8 വനിതാ ദിനത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന കൊലപാതകങ്ങളും മയക്കുമരുന്നിൻ്റെയും ഒക്കെ അടിമകളായി കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. അപ്പോൾ അതിൽ നമ്മൾ വനിതകൾ, അതായത് അമ്മമാർ തന്നെ വേണം കുട്ടികളെ കൃഷിയിലേക്കും ഗാർഡനിലേക്കും എല്ലാം കൊണ്ടുവന്ന് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ അവരുടെ എല്ലാ ഒഴിവ് സമയങ്ങളും നമ്മൾ അവരോടൊപ്പം ചെലവഴിച്ച്, അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരോടൊപ്പം സമയങ്ങൾ ചെലവഴിച്ച് നമ്മളൊരു നല്ല സമൂഹത്തെ വാർത്തെടുക്കണം എന്നാണ് എനിക്ക് ഈ ലോക വനിതാ ദിനത്തിൽ എനിക്ക് പറയാനുള്ളത്.